ഈ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. 67-ാം ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തിയെന്ന റെക്കോർഡിന് ഉടമയായതാര്? ബിയോൺസെ. 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഈ പോപ്പ് താരത്തിൻ്റെ അക്കൗണ്ടിൽ ഉള്ളത്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ആയിരുന്നു കിരീട നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്തിൽ. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100-ാം ദൗത്യം ISRO വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-15. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെ റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 മികച്ച വനിതാ താരം അമേലിയ കെർ ന്യൂസിലൻഡ് താരമാണ്. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് മികച്ച പുരുഷ താരം. ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സുധാംശു ശുക്ല. നാസ, ISRO, ആക്സിയോം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമായ ആക്സിയോം മിഷൻ 4 AX4 ഭാഗമാണ് യാത്ര. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാൾ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതി ഒപ്പം. ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കശ്മീർ. മരണാനന്തര ബഹുമതിയായി ഇക്കുറി പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി MT വാസുദേവൻ നായർ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ്.